ഗേസ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതേ ദോശയാണ് കേട്ടോ. മലപ്പുറത്തുകാരെ ദോശ. ഇത് എല്ലായിടത്തും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് ഇത് കുറച്ച് അരിപ്പൊടി, ഇതിപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം കാണിക്കണം കേട്ടോ. അരിപ്പൊടി എടുക്കുക, ആവശ്യത്തിന് ഉപ്പ് എടുക്കുക, പിന്നെ വെള്ളം പാരിട്ടോ. കുറച്ച് വെള്ളം പാർന്നിട്ട് ഈ ഒരു പരുവത്തിലാട്ടത്. കണ്ടില്ലേ? ചട്ടി ചൂടാൻ വെച്ചിരുന്നു. ഓയിലെടുത്തിട്ട് സ്പ്രെഡ് ചെയ്യുക ഇതുപോലത്തെ. പിന്നെ അപ്പോൾ എണ്ണ സ്പ്രെഡ് ചെയ്യുക കേട്ടോ. എണ്ണ എന്നാൽ ഓയിലാട്ടോ. വെളിച്ചെണ്ണ അവനാണ് ഇഷ്ടമുള്ള എന്താ വെച്ചാൽ അതെടുക്കുക. വേഗം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കേട്ടോ. ഇത് അടുപ്പിൻ്റെ കോലൊന്നും നോക്കണ്ട, ഇത് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ മക്കളെ. ഇത് ഇവിടെ വേറൊരു അടുപ്പുണ്ട്, ഇത് കണ്ടോ. അപ്പോൾ ഇതുമേൽ ഞാൻ തീ കൂട്ടുമ്പോൾ എൻ്റെ മുഖത്തേക്കും കൈക്കൊക്കെ തീ പാളിയിട്ടേ ഞാനിതിങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോളിയേ. ഇങ്ങനെ കേട്ടോ നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെതേ അങ്ങനത്തെ കമ്പിയൊക്കെ വെച്ചിട്ട് ഞാനായിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കി കേട്ടോ. നമുക്ക് ഗ്യാസ് കിട്ടാൻ പ്രയാസമായപ്പോഴേ ഞാനിങ്ങനെ ഒരു അടുപ്പുണ്ടാക്കി. പക്ഷേ ഇത് പൊളിഞ്ഞിട്ടോ, കാരണം എനിക്ക് അടുപ്പുണ്ടാക്കാനൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ പഴയ ഓടുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ടുണ്ടാക്കിയാണ്. അപ്പോൾ ഇത് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. എന്നാലും സുഖമാണ്, നമ്മളെ മുഖത്തേക്ക് തീ പാളൂല. മറ്റേ നമുക്ക് ഉണ്ടാക്കുമ്പോൾ തീ പാളിയിട്ട് വെയിലിൻ്റെ ചൂടും. അപ്പം ഇനി വേണമെങ്കിൽ ഇനി ഓട്ടായത് നന്നായി, അവിടെ ഓളിട്ടത്. നമുക്കിനി അടുപ്പ് തീ കേടുമ്പോൾ ഓടക്കോയിലെടുത്തിട്ടൊക്കെ ഊതുകയും ചെയ്യാൻ വേണേൽ. അപ്പോൾ നമ്മളെ ദോശ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കോളി, പെട്ടെന്ന് കണ്ടോ, ഇത്രയും നല്ല സോഫ്റ്റ് നൈസ് ദോശ കേട്ടോ. ഇനി അടുത്ത് നോക്കാം. ഇത് നമ്മൾ മലപ്പുറത്തുകാർ മാത്രം ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. വേറെ നാട്ടിലൊന്നും പോകുമ്പോൾ ഈ ഒരു ദോശയെ കുറിച്ചിട്ട് ആരും പറഞ്ഞ് കേട്ടിട്ടില്ല കേട്ടോ. വേറെയുള്ള പുട്ട്, കടല, അതുപോലെ ദോശ, ചട്നി ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. ഈ ദോശയൊക്കെ നമുക്ക് വെറുതെ അങ്ങനെ തിന്നനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കറി വേണമെന്നൊന്നുമില്ല കേട്ടോ. പിന്നെ അപ്പോൾ എന്ത് കറി ഉണ്ടെങ്കിലും ഇനി കറി ഇല്ലെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റുന്ന ഒരു ദോശ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. വെറും അരിപ്പൊടി മതി. ഇനി മാവ് അരച്ചിട്ടും ഉണ്ടാക്കേ. പച്ചരി വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് അരച്ച് മിക്സിയിൽ ഇട്ടിട്ട് അരച്ചിട്ട് ഉണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാക്കാം. എടുക്കണം. മുട്ട
ആ ഇവിടെ ഒരാൾ പപ്പു പപ്പു ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓ ആ പപ്പു തരാം. അപ്പോൾ നമ്മൾ റോസ് മോൾ പപ്പു ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മനെ 2 ദോശ ഇട്ടിട്ടോ. എങ്ങനെയുണ്ട് ഷാനോ? നല്ല ടേസ്റ്റ് ഉണ്ട്.